തെലുങ്ക് സിനിമകൾ ഡബ്ബ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ നമ്മുടെ മലയാളത്തിലെ ചില സിനിമകൾ തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് ഹിറ്റായി നമ്മുടെ ഒരു മലയാളി നടൻ സുപ്രീം സ്റ്റാറായി ഒരുപാട് വർഷം തെലുങ്കിൽ വിലസിയിട്ടുണ്ട്. ആ ഒരു നടനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തെലുങ്ക് സിനിമകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് തരം കഥയായാലും അവരതിന് ആക്ഷൻ രംഗങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ ചില ആക്ഷൻ സിനിമകളൊക്കെ അവിടെ സൂപ്പർ ഹിറ്റായിട്ടുള്ളത്. അതിൽ പ്രധാനം നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമകളാണ്. സുരേഷ് ഗോപിയാണ് തെലുങ്കിൽ സുപ്രീം സ്റ്റാർ എന്നൊരു ടൈറ്റിൽ ലഭിച്ച ഒരു മലയാളി നടൻ. എനിക്ക് തോന്നുന്നു മറ്റ് മലയാള നടന്മാർക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് അവിടെ ലഭിച്ച സ്വീകരണം. അതിനൊരു തുടക്കം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മീഷണർ സിനിമ തന്നെയാണ്. കമ്മീഷണർ നമുക്കറിയാം 94 നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്തത്. 94 വിഷുവിന് ഇറങ്ങിയിട്ട് അതോടുകൂടിയാണ് സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാറായി മാറിയത്. കേരളത്തിൽ വിജയിച്ച ശേഷം കമ്മീഷണർ തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്തിറക്കി. അതിൽ തെലുങ്ക് വേർഷനായിരുന്നു അന്ന്, എന്താ പറയുക, വളരെ സർപ്രൈസ് ആയിരുന്നു. അന്ന് തെലുങ്ക് വേർഷനാണ് ഏറ്റവും കൂടുതൽ അന്ന് ഹിറ്റായത് തമിഴിന് വെച്ച് നോക്കുമ്പോൾ. പോലീസ് കമ്മീഷണർ എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഒരു സിനിമ ഹിറ്റായതോടുകൂടി സുരേഷ് ഗോപിയുടെ മുമ്പത്തെ സിനിമകളൊക്കെ വീണ്ടും പൊടിയെട്ടിയെടുത്ത് വീണ്ടും ഡബ് ചെയ്തിട്ട് തെലുങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇറക്കാൻ തുടങ്ങി. അതിലൊരു പ്രധാന സിനിമയായിരുന്നു ഏകലവ്യൻ. ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ 93 ഇവിടെ റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 94 കമ്മീഷണർ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്തത്. അപ്പോൾ കമ്മീഷണറാണ് ആദ്യമായിട്ട് ഡബ് ചെയ്തിട്ട് അവിടെ റിലീസ് ചെയ്തെങ്കിലും കമ്മീഷണർ ഹിറ്റായതോടുകൂടി വീണ്ടും പഴയ സിനിമകളൊക്കെ പൊടിയെട്ടിയെടുത്ത് അവിടെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഏകലവ്യൻ എന്ന് പറയുന്നൊരു സിനിമ അവിടെ ഇറങ്ങി. അതവിടെ ഹൈദരാബാദിലൊക്കെ ഭയങ്കര വിജയമായി പോയി. അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്രൗഡ് കയറി കാണാൻ തുടങ്ങി. ആ ഒരു സിനിമയുടെ വരുന്നത് CBI ഓഫീസർ എന്നൊക്കെയായിരുന്നു. ഏകലവ്യനും അവിടെ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മാഫിയ സിനിമ അവിടെ ഇറങ്ങി. അതും വൻ ഹിറ്റാവാൻ തുടങ്ങി. പിന്നെ സുരേഷ് ഗോപിയുടെ ആക്ഷൻ സിനിമകളൊക്കെ അവിടെ ഒരു മാർക്കറ്റ്. അതായത് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറഞ്ഞിരുന്നത് ചിരഞ്ജീവി, നാഗാർജുന, രജനീകാന്ത്, കമൽഹാസൻ പോലെ ഒരു, അതായത് ഇവരൊക്കെ അന്ന് അത്യാവശ്യം, ഇപ്പോൾ ചിരഞ്ജീവിയും നാഗാർജുനൊക്കെ തെലുങ്ക് ആക്ടേഴ്സാണ്, രജനി കമലും ഒക്കെ തമിഴ് ആക്ടേഴ്സ് ആണെങ്കിലും അവരുടെ സിനിമകൾക്കും തെലുങ്കിൽ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ സിനിമകൾക്കും അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാവാൻ തുടങ്ങി. അന്ന് നമുക്കറിയാം പിന്നീട് മലയാളത്തിൽ അതുപോലെ ഒരു നടൻ നമുക്ക് പറയുകയാണെങ്കിൽ അല്ലു അർജുനാണ്. ഈ പറയുന്ന ചിരഞ്ജീവിയുടെ ആയാലും പല നടന്മാരുടെ സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ട് ഇവിടെ എ ഹീറോ പോലത്തെ സിനിമകളൊക്കെ ഇവിടെ ഓടിയിട്ടുണ്ടെങ്കിൽ കൂടി അല്ലു അർജുനാണ് ആ ഒരു ട്രെൻഡ്. ശരിക്കും അല്ലു അർജുൻ സിനിമകൾക്കാണ് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇവിടെ തുടങ്ങിയിരുന്നത്. നമുക്കറിയാം ആര്യ 2, ബണ്ണി, ഹാപ്പി, കുറേ സിനിമകൾ അല്ലു അർജുൻ്റെ ഇവിടെ റിലീസ് ചെയ്തിട്ട് ഡബ് ചെയ്ത. അത് സിനിമ മോശമായാലും നല്ലതായാലും ഒരു ഇനീഷ്യൽ പുള്ള് ഉണ്ടായിരുന്നു അല്ലു അർജുൻ്റെ സിനിമകൾക്ക്. അതിൻ്റെ ഒരു പ്രധാന കാരണം പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ഒരു വോയിസ്. നമുക്കറിയാം പിന്നീട് സംവിധായകനായി മാറിയ ജിസ്റ്റോയാണ് അല്ലു അർജുന് ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ പുഷ്പയിൽ വരെ അദ്ദേഹം തന്നെയാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ ജിസ്റ്റോയുടെ ശബ്ദമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേപോലെയായിരുന്നു സുരേഷ് ഗോപിക്ക് അവിടെ ഡബ് ചെയ്തിരുന്നത് സായ് കുമാർ എന്ന് പറയുന്ന, നമ്മൾ പലർക്കും അദ്ദേഹത്തിനെ കണ്ടാൽ അറിയുമായിരിക്കും. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നതാണ്, നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് സുരേഷ് ഗോപിക്ക് അവിടെ ഡബ് ചെയ്തിരുന്നത്. പിന്നീട് വന്ന സുരേഷ് ഗോപിയുടെ മിക്ക സിനിമകളും, അതിൽ തക്ഷശില എന്ന് പറയുന്നൊരു സിനിമ റിലീസിന് മുമ്പ് തന്നെ അവിടുത്തെ പല റൈറ്റ്സും വിറ്റുപോയിട്ടുള്ളതാണ്. പിന്നെ കാശ്മീരം എന്ന് പറയുന്നൊരു സിനിമ, ആ ഒരു സിനിമ മലയാളത്തിൽ കാശ്മീരമാണെങ്കിലും തെലുങ്കിൽ ഡബ് ചെയ്തപ്പോൾ അത് ന്യൂഡൽഹി എന്ന പേരിലായിരുന്നു തെലുങ്കിൽ ഡബ് ചെയ്ത് ഇറക്കിയത്. ആ സിനിമ ഹിറ്റായിരുന്നു. പിന്നെ കുറേ സിനിമകൾ, മഹാത്മാ, രജപുത്രൻ, പിന്നെ യുവതുർക്കി എന്ന് പറയുന്ന സിനിമ, അതിൽ വിജയശാന്തി ആയിരുന്നു നായിക. നമുക്കറിയാം അത് ABCL കോർപ്പറേഷൻ, അമിതാഭ് ബച്ചൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. മലയാളത്തിൽ ആ സിനിമ അന്ന് എനിക്ക് സുരേഷ് ഗോപിക്കാട്ടും കൂടുതൽ റെമ്യൂണറേഷൻ വിജയശാന്തിക്ക് കൊടുത്ത സിനിമയായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നായിരുന്നു. പക്ഷേ സിനിമ ഇവിടെ കേരളത്തിൽ പരാജയമായിരുന്നു. 96 ഓണത്തിനാണ് ആ സിനിമ റിലീസായത്. ഇവിടെ ആ സിനിമ പരാജയമായിരുന്നു. പക്ഷേ ആ സിനിമയും ഡബ് ചെയ്തിട്ട് അവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് പല സിനിമകൾ, ലേലം ആയിക്കോട്ടെ, FIR ആയിക്കോട്ടെ, അതിൽ ലേലം അത്ര വലിയ വിജയമല്ലായിരുന്നു. FIR വിജയമായിരുന്നു, നരിമാൻ വിജയമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ഒരു ഇടവേള എടുത്ത് തിരിച്ചു വീണ്ടും അഭിനയ രംഗത്തോട്ട് വന്ന് ഭരചന്ദ്രൻ IPS ടൈഗർ സിനിമയൊക്കെ ചെയ്തപ്പോൾ അതിൽ പലതും വീണ്ടും അവിടെ ഡബ് ചെയ്ത് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നോക്കുന്നത് എന്താണ് അതിൽ, ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ആക്ഷൻ തന്നെയാണ്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര പഞ്ച് കിട്ടുന്ന തരത്തിലുള്ള സീൻസ്, നമുക്കറിയാം ഭയങ്കര മാസ് സീൻസുകൾ, ഭയങ്കര ഹീറോയിസം സീൻസുകൾ. പിന്നെ അതൊരു
അങ്ങനെ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മറ്റ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്കൊരു ആറാം തമ്പുരാനോ നരസിംഹ പോലത്തെ ലാലേട്ടൻ്റെ സിനിമകളോ അല്ലെങ്കിൽ വെള്ളിയേട്ടൻ പോലത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് അങ്ങനെ ഒരു എവിടെ വേണമെങ്കിലും ആ ഒരു സിനിമ ഏത് ഓഡിയൻസിനും കണക്റ്റ് ആവുന്ന തരത്തിലാണ് എനിക്കും പേഴ്സണലി തോന്നിയിട്ട്. ഇപ്പോൾ ഹൈവേ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അത് ശരിക്കും കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് എവിടെ വേണമെങ്കിലും നടക്കാവുന്ന കഥയായിട്ട് നമുക്ക്, അതായത് നമുക്ക് ഡബ് ചെയ്തിട്ട് ഏത് ഭാഷക്കാർക്കും കാണാൻ പറ്റും. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു ആക്ഷൻ സിനിമകളുടെ ഒരു പ്രത്യേകത. പോലീസ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, ആക്ഷൻ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, നമുക്കത് ഏത് നഗരത്തിലായിക്കോട്ടെ, ഏത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഏത് എന്താ പറയുക തെലുങ്കിലെ ഹൈദരാബാദോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ ഉൾപ്രദേശത്തോടെ ആൾക്കാരൊക്കെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറയും മറ്റ് തെലുങ്ക് നടന്മാർക്ക് ഇല്ലാത്ത തരത്തിലുള്ളൊരു സ്ക്രീൻ പ്രസൻസ് ആണ് സുരേഷ് ഗോപിക്കുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം സുരേഷ് ഗോപിനെ അവർ അക്സെപ്റ്റ് ചെയ്തതും ഈ പറഞ്ഞ സുപ്രീം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ഒരു എന്താ പറയുക ഒരു പേരൊക്കെ അവർ ഇട്ടുകൊടുത്തത്. പല സിനിമകളുടെയും സുരേഷ് ഗോപിയുടെ ശരിക്കും കേരളത്തിൽ പരാജയപ്പെട്ട സിനിമകളുണ്ട്. ഇതിൽ നമ്മൾ പറയുന്ന രജപുത്രനായാലും അല്ലെങ്കിൽ മഹാത്മയായാലും ഒക്കെ ഇവിടെ അത്ര വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ ഈ പല സിനിമകളുടെയും പ്രൊഡ്യൂസേഴ്സിന് ലാഭം കിട്ടാൻ കാരണം ഇത് തെലുങ്കിൽ നല്ല പൈസയ്ക്ക് വിറ്റുപോയതുകൊണ്ടും തെലുങ്കിലൊക്കെ ഡബ് ചെയ്ത് അവിടെ ഇറക്കി അവിടെ ഹിറ്റായതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ സിനിമകൾ തെലുങ്കിൽ ഡബ് ചെയ്തിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനി ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കണം. എനിക്ക് തോന്നുന്നു എന്തായാലും ഉണ്ടാവും അത്. അവിടുത്തെ പല പോസ്റ്റേഴ്സൊക്കെ ഞാൻ പലപ്പോഴും ഗൂഗിളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കാണണം. നിങ്ങളങ്ങനെ ആരെങ്കിലുമൊക്കെ തെലുങ്ക് അല്ലെങ്കിൽ ഹൈദരാബാദോ ആന്ധ്രാപ്രദേശിലൊക്കെ തിയേറ്ററുകളിൽ അന്നത്തെ കാലത്ത് 90s സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമകൾ അവിടുത്തെ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ ഡബ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. ഇതുപോലെ എനിക്ക് തോന്നുന്നു വേറെയും സിനിമകളുണ്ട്. ഞാൻ ഈ അടുത്ത് വേറെ കുറച്ച് സിനിമകളെ കുറിച്ചൊക്കെ, മമ്മൂക്കയുടെ ദ്രോണ എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമ ഇവിടെ ശരിക്കും വലിയ വിജയമല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഞാനൊരു പോസ്റ്റ് വായിച്ചു, ആ ഒരു സിനിമ ഏതോ ഹിന്ദി ചാനലിലാണെന്ന് തോന്നുന്നു, അതോ ഓൺലൈൻ അവരുടെ യൂട്യൂബ് ചാനലാണെന്ന് അറിയില്ല, എത്രയോ മില്യൺ വ്യൂസൊക്കെ വന്ന്, അതായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മലയാളിത്തമുള്ള ഒരു സിനിമയാണ് ശരിക്കും ദ്രോണയൊക്കെ. ഇവിടുത്തെ ഒരു എന്താ പറയുക വരിക്കശ്ശേരി മനയും പൂജയും ഇത്തിരി ഹൊററൊക്കെ ഉള്ളതാണ്. പക്ഷെ ആ സിനിമ അവിടെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഹിന്ദി ഓഡിയൻസ് അത് കാണുന്നു. അപ്പോൾ എന്താണ് എന്നറിയില്ല നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അവർക്ക് ഒരു കിക്ക് കിട്ടുന്നത്, ഒരു ഹരം കിട്ടുന്നത് എന്താണ് ആ ഒരു സാധനം എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ സുരേഷ് ഗോപി സിനിമകൾ ഡബ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ അന്ന് തിയേറ്ററിൽ പോയി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.